ഇതാണ് നമ്മുടെ ഓട്ടോ. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഈ ഓട്ടോ പോലെ ഇത്രയും പ്രയോജനം ചെയ്യുന്ന മറ്റൊരു വാഹനമില്ല. ഓട്ടോ എന്ന് പറയുന്ന സിനിമ കണ്ടവർക്കെല്ലാം അറിയാം. ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തരം താണു നിൽക്കുന്ന മോഹൻലാൽ അത് വാസ്തവമാണോ വാസ്തവമല്ലേ എന്ന് എനിക്കറിയില്ല. ഓട്ടോ എന്ന സിനിമയിൽ വളരെ മനോഹരമായ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. സുധി. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിവ നാളെയാണു താലിമംഗളം എന്ന് പറയുന്ന ആ ഒരു സിനിമ അതിശക്തമായ ഒരു മോഹൻലാൽ സ്റ്റോറിയാണ് ഓട്ടോ. അതിനകത്ത് രേഖ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രം, പിന്നെ മൺമറഞ്ഞു പോയ നമ്മുടെ തിക്കുറിശി സാർ, അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രം എന്ത് മനോഹരമാണ്. ശ്രുതി, നീ എന്തിനാ ഓണത്തിന് വന്നത്? വല്ല കഴിക്കാൻ പോകുന്നതാണെങ്കിൽ കഴിച്ചിട്ട് പോ. നീ എന്തിനിടെ ഓണത്തിന് വന്നത്? എന്തെങ്കിലും കഴിക്കാനാണെങ്കിൽ കഴിച്ചിട്ട് പോകും എന്ന് പറയുമ്പോൾ മോഹൻലാൽ പറയും, സാറേ ഞാൻ കഴിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല, ഈ പെണ്ണിനെയും കൊണ്ടേ ഞാൻ പോകുന്നു. ഇത് പറയുന്നത് റാംജി റാവ് സ്പീക്കിംഗ് ഇന്നസെൻറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ സിനിമ ഇങ്ങനെ കത്തിക്കയറുമ്പോൾ ആ സിനിമയിൽ മോഹൻലാലുണ്ട്. മോഹൻലാലിൻ്റെ മനോഹരമായ ഗാനങ്ങൾ, മോഹൻലാലിൻ്റെ മനോഹരമായ ഗാനം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗാനമുണ്ടല്ലോ, പാഠം ചൊല്ലിപ്പഠിച്ചും തുള്ളിപ്പഠിച്ചും നാളെ ഒരാളാകും, ഓട്ടോ പൈലറ്റ് പോലാകും, BA MBBS ലലലലലല, അങ്ങാടി ചങ്ങാതി വാചൊല്ലാം, എല്ലാവർക്കും ഉള്ളാട്ടമാടുമ്പോൾ മാനാഞ്ചിറ നിന്നും അങ്ങ് കല്ലായിൽ നിന്നും കാണാനഴകേറും എൻ്റെ ലേഡീസിൻ ജമാലെ കെട്ടിക്കാൻ ക്യൂ നിൽക്കും കുട്ടപ്പൻ നിൽക്കൂല. നിന്നെ കെട്ടിക്കടി ആരെയും കൊണ്ട് എന്നാ സ്വരയുടെ കല്യാണമായി. ഷേക്സ്പിയർ സാറേ മാക്ബത്ത് നാണിച്ചു പോകും, അയ്യോ തല്ലല്ലേ ടീച്ചർ. അങ്ങനെ മനോഹരമായ ഓട്ടോ സിനിമ. ഒരു സുന്ദരി എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷയാണ് അതിനകത്ത് പ്രധാന കഥാപാത്രമായി വരുന്നത്. മോഹൻലാൽ സുധി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നു. രേഖ പുതുമുഖ, അന്ന് റാംജി റാവ് സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമയിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള ഒരു ടഫ് മുഖമൊക്കെ നല്ല ടഫായിട്ടുള്ള ഒരു നടിയാണ് രേഖ. അവർ ആ സിനിമയിൽ ആ ലേഡി കഥാപാത്രമായി വരുന്നു. അവരുടെ അച്ഛനും അമ്മയും മരിച്ചതാണ്. തിക്കുറിശിയുടെ ഒപ്പമാണ് അവർ വളരുന്നത്. അവർ മോഹൻലാലിൻ്റെ ഓട്ടോയിൽ 1-2 ദിവസം കോളേജിലൊക്കെ പോയി ആ ഓട്ടോയോടും മോഹൻലാലിനോടും അവർക്ക് പ്രണയമാകുന്നു. അങ്ങനെ കഥ മുന്നോട്ട് പോകുമ്പോൾ രേഖയുടെ കൊലുസ് ഓട്ടോയിൽ വെച്ച് കളയുകയാണ്. ആ കൊലുസ് മോഹൻലാലിൻ്റെ ഓട്ടോയിൽ വെച്ച് മോഹൻലാലിന് കിട്ടി. മോഹൻലാൽ അത് കൊണ്ട് അവർക്ക് കൊടുക്കുന്നു. അതിലൂടെ ബന്ധമങ്ങ് ശക്തിപ്പെട്ടു. അതിനുശേഷമാണ് ആ സിനിമയിൽ യഥാർത്ഥ സംഭവങ്ങൾ നടക്കുന്നത്. ഇവരുടെ ഈ പ്രേമ വിവരവും മറ്റും അറിഞ്ഞ് മുരളി എന്ന് പറയുന്ന യശശരീരനായ മുരളി അതിനകത്തൊരു നല്ല കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഈ രേഖയെ തട്ടിക്കൊണ്ട് പോകുന്നു. തിക്കുറിശി അങ്കലാപ്പിലാവുന്നു. മോഹൻലാൽ നായകനാണ്, എത്തിച്ചേരാൻ കടന്നു വരാൻ പറ്റാതിരിക്കത്തില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, അതിലെ മനോഹരമായ ഗാനങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. അതിലെ മനോഹരമായ സംഘടന രംഗങ്ങൾ നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. അതിലെ മനോഹരമായ ആ സ്റ്റോറി നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. ആ തിരക്കഥ മോഹൻലാലിൻ്റെ ആ ഒരു, അതായിപ്പോൾ നമ്മുടെ അനിയണ്ണൻ ഇട്ടിരിക്കുന്ന കാക്കി വസ്ത്രത്തിന് പോലും നല്ല പെർഫോമൻസ് ഉള്ളതാണ്. കാക്കി ഉടുപ്പും ഒരു കൈലിയുമാണ് മോഹൻലാലിൻ്റെ വേഷം. പിന്നെ ശ്രീനിവാസൻ ഒരു SI ആണ്.
ഡാ കുള്ള എന്നാണ് മോഹൻലാലും പപ്പുവും നമ്മുടെ ഗണേഷ് കുമാറും അടങ്ങുന്ന ഓട്ടോ സംഘം മോഹൻലാലിനെ ഈ ശ്രീനിവാസനെ വിളിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന ചില എക്സർസൈസുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ലാത്തി താഴെ ഇട്ടിട്ട് ഇവരെ കൊണ്ട് എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ലാത്തി എടുക്കുമ്പോഴേക്കും ഈ ലാത്തി എടുക്കുമ്പോൾ പേഴ്സ് ലാത്തി എടുപ്പിക്കുന്നു. ആ കഥാപാത്രം ശ്രീനിവാസൻ്റെ ആ കഥാപാത്രമാണ് പോലീസ് ഓഫീസർ. അങ്ങനെ ഗണേഷ് കുമാറുണ്ട്, പപ്പു ഉണ്ട്, മോശമില്ലാത്തൊരു കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മലയാള സിനിമയിലെ ഒരുപാട് പപ്പു മരിച്ചുപോയി, ഗണേഷ് കുമാർ ഇന്ന് മന്ത്രിയാണ്, മോഹൻലാൽ അസുഖമായി കിടക്കുന്നു എന്നറിയപ്പെടുന്നു. അത് സത്യമാണോ എന്നറിയില്ല. എന്താണെങ്കിലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സത്യമായിരിക്കാതിരിക്കട്ടെ, അതൊരു വെറും ഉണ്ടയില്ല വെടിയായി മാറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ എല്ലാവരും അഭിനയിച്ച ഈ സിനിമ വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നു. സിനിമയിലെ അവസാനം രേഖയെ മോഹൻലാൽ ഒരു മില്ലിൽ നിന്നും വീണ്ടെടുക്കുന്നു. മുരളിക്ക് ഇഷ്ടംപോലെ അടിയൊക്കെ കിട്ടുന്നു. അങ്ങനെ ആ സിനിമ അവസാനിക്കുന്നു. മലയാള സിനിമയിൽ എക്കാലവും കണ്ട ചിത്രം, കിലുക്കം, ദേവാസുരം, അതുപോലെ എക്കാലവും കണ്ട മനോഹരമായ സിനിമകളിൽ ഒന്നാണ് ഈ ഓട്ടോ എന്ന് പറയുന്ന സിനിമയും. ഞാനിത് സിനിമ എഴുതാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നതല്ല കേശവ. എനിക്ക് സിനിമയിലെ നാനാ രംഗങ്ങളെക്കുറിച്ചും വളരെ അവഗാഹമായ പാണ്ഡിത്യം, നോളജ് ഉണ്ട്. ഒരു സിനിമ ആരംഭിക്കണമെങ്കിൽ ഇതുപോലെ ഒരു ക്യാമറ വേണം. സംഗീത് ശിവൻ്റെ, സന്തോഷ് ശിവൻ്റെയൊക്കെ ക്യാമറ, ആ ക്യാമറ ഇങ്ങനെ സൂം ചെയ്ത് പോകുമ്പോൾ അതിനൊക്കെ വലിയ വിലയാണ്. ആ ക്യാമറയ്ക്ക് കോടിക്കണക്കിന് രൂപ വിലയുള്ള ക്യാമറകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യാൻ തീരുമാനിച്ചു. അതിലെ കഥയെന്ന് പറയുന്നത് രാവിലെ 3-3:30 മണിയാവുമ്പോൾ ഒരു വീട്ടിൽ ആരംഭിക്കുന്ന ഗാർഹിക പ്രവർത്തനങ്ങളാണ്. ഒരമ്മ, ഈ അമ്മയെയാണ് ഞാൻ അന്ന് അമ്മയായി കണ്ടത്. ഈ മകനെയാണ് അന്ന് ആ ഷോർട്ട് ഫിലിമിൽ ഞാൻ മോനായിട്ട് കണ്ടത്. ഈ മോനെയാണ് ഓട്ടിസം ബാധിച്ച കുട്ടിയായി ഞാൻ കണ്ടത്. ഈ മോളെ അല്ലാത്ത ഒരു സാധാ കഥാപാത്രമായി കണ്ടു. ഈ അമ്മ 3:45 മണിയാവുമ്പോൾ അലാറം അടിച്ച് എഴുന്നേൽക്കുന്നു. 3:45 അലാറം അടിച്ച് എഴുന്നേറ്റ് അവർ ബ്രഹ്മബാവയെ വിളക്ക് കൊളുത്തി വെച്ച് തൊഴുന്നു. അതിനുശേഷം അവരുടെ ബാത്റൂം അടുക്കളയിൽ പോയി പെട്ടെന്ന് മാവ് കുഴച്ച് വയ്ക്കുന്നു, തേങ്ങ തിരുവി വയ്ക്കുന്നു. അതിനുശേഷം നേരെ ബാത്റൂമിൽ പോവുകയാണ്. ബാത്റൂമിൽ പോയി പ്രാഥമിക കൃത്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഓടിയെത്തി പുട്ടുണ്ടാക്കുന്നു. അതിനിടയിൽ അപ്പോൾ 5 മണിയായി. 4 മണിക്കാണ് നമ്മുടെ മൂവി ആരംഭിക്കുന്നത്, നമ്മളെ ഷോർട്ട് ഫിലിം ആരംഭിക്കുന്നത്. 5 മണിയാവുമ്പോൾ അവർ ഓടിച്ചെന്ന് പുട്ട് കുറ്റിയിലിട്ട് പുട്ടെടുത്ത് വയ്ക്കുന്നു. അതിനുശേഷം മോനെ വിളിക്കുന്നു. രാവിലെയാണ്, നല്ല മഴയുള്ള സമയമാണ്, എഴുന്നേൽക്കാൻ വലിയ പാട്. അവൻ പതുക്കെ ആ സീറ്റിൽ എഴുന്നേറ്റിരിക്കും. അവൻ കിടക്കുന്നത് നമ്മുടെ ദിവാനിലാണ്. ഈ നമ്മുടെ പപ്പു അല്ല, നമ്മുടെ വിനു കിടക്കുന്നത്. ആ ദിവാനിൽ കിടന്നിട്ട് ആ കർണൊക്കെ ഇങ്ങനെ തിരുമ്മി എഴുന്നേറ്റ് അതിൽ ചാരി അങ്ങിരിക്കുന്നു. ചാരി ഇരുന്നതിന് ശേഷം അദ്ദേഹം ഈ പുതപ്പൊക്കെ എടുത്ത് മൂടിയാണ് ഇരിക്കുന്നത്. കുറേ നേരം അദ്ദേഹം ആ ഇരിപ്പിൽ തന്നെ അങ്ങ് ധ്യാനിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് സംഭവം അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് കിടക്കുന്നത്. ഈ കുട്ടി ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. ഇത് അറിയാം, എല്ലാവർക്കും അറിയാം. ഓട്ടിസം എന്ന് പറയുന്നത് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അസുഖമാണ്. നമുക്ക് ഈ ഓട്ടിസം ബാധിച്ച ഒരുപാട്